സാഗർ കോട്ടപ്പുറം സ്ഥലം അറിയാമോ? 1998 പുറത്തിറങ്ങിയ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ സാഗർ കോട്ടപ്പുറം കഥ എഴുതുവാനായി എത്തിയ VIP ഗസ്റ്റ് ഹൗസ് ആണിത്. നിലവിൽ ഇത് വെസ്റ്റ് ഇന്ത്യ പ്ലൈവുഡ് കമ്പനിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളെ പുറത്താക്കി. പുറത്തിരുന്ന് അറിയാവുന്നവരെയൊക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അനുവാദം കിട്ടി. ഞങ്ങൾ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയനെ. കാരണം ആലപ്പുഴ ജില്ലയിൽ നിന്നും കണ്ണൂർ വരെ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത്. വർഷങ്ങളായി ഗൂഗിൾ മാപ്പിലും ഇന്റർനെറ്റിലുമെല്ലാം സെർച്ച് ചെയ്ത് കണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായി എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത്. സിനിമ ഇറങ്ങി 28 വർഷമായിട്ടും സിനിമയിലുള്ളതുപോലെ തന്നെയാണ് ഈ സ്ഥലം ഇപ്പോഴും ഉള്ളത്. വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ഈ കാണുന്ന വരാന്തയിലാണ് മോഹൻലാൽ കഥ എഴുതിക്കൊണ്ടിരുന്നത്. ഈ കാണുന്ന മുറിയാണ് സാഗർ കോട്ടപ്പുറത്തിന്റെയും ശ്രീനിവാസന്റെയും മുറിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ഗസറ്റഡ് യക്ഷി എന്ന നോവൽ എഴുതുന്നതിനെ കുറിച്ച് മോഹൻലാൽ ആലോചിക്കുന്നത് ഇവിടെ വെച്ചാണ്. ശ്രീനിവാസനും മോഹൻലാലും നോവലിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൽപ്പടവുകളാണിത്. തീക്ഷ്ണമായ 2 കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു. തുടരും. ചിത്രത്തിൽ മോഹൻലാൽ ഈ സ്റ്റെപ്പുകളിലൂടെ താഴേക്ക് ഇറങ്ങി പോകുന്ന രംഗമുണ്ട്. ഇപ്പോഴുള്ള സ്റ്റെപ്പുകൾ പുതിയതായി നിർമ്മിച്ചതാണ്. പുതിയ നോവലിന്റെ പ്രസിദ്ധീകരണത്തിൽ സന്തോഷത്തോടെ തിരികെ പോകുന്ന ഇന്നസെന്റ് ഏട്ടന്റെ രംഗം ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഇവിടുത്തെ വൈകുന്നേരങ്ങളും സൺസെറ്റും ഒക്കെ എത്ര അടിപൊളിയായിരിക്കും അല്ലേ? ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളവരെ കുറിച്ച് ഓർത്ത് എനിക്ക് അസൂയ തോന്നിപ്പോയി. കാരണം അത്രയും അടിപൊളിയാണ് ഇവിടെ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള സമയം കഴിഞ്ഞതിനാൽ തിരിച്ചിറങ്ങേണ്ടി വന്നു. പക്ഷെ അത് ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ടാറ്റാ.